നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം നിസാം വയനാട്. അപ്പോൾ ഖത്തറിലെത്തിയിട്ട് ഹോട്ടലിലെ ഡേ ലൈഫാണ് നമ്മളത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങളെ റൂമിൻ്റെ വിശേഷങ്ങളാണെന്ന് പങ്കുവെക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ആ വീഡിയോ ഒന്ന് കണ്ടുവരും കേട്ടോ. അപ്പോൾ നമ്മളെ ഹോട്ടൽ ഹോളിഡേ വില്ലയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു കോഫി നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ട് വേണം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. കോഫി കുടിക്കാൻ, ചായ കുടിക്കാൻ നമുക്ക് ഇവിടെ ടീ ബാഗുകൾ തന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട്. അതുപോലെ കോഫി പൗഡർ തന്നിട്ടുണ്ട്. പിന്നെ ഷുഗർ വൈറ്റും ഉണ്ട്, ബ്രൗണും ഉണ്ട് കേട്ടോ. ഈ രണ്ട് ഷുഗറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഏതാ വേണ്ടിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കോഫിയും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. അപ്പം അങ്ങനെ രണ്ട് അടിപൊളി കോഫി ഉണ്ടാക്കി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇഡ്ഡലി കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. ഇഡ്ഡലി, സാമ്പാറും പിന്നെ വടയാണ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു സലാഡ് കാണിച്ചു തരാം. അതാണ് സലാഡ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട് കട്ട് പീസ് വരുന്നുണ്ട് നമുക്ക്, ചെറിയൊരു കണ്ടെയ്നർ. അതേപോലെ തന്നെ നമുക്കൊരു പാല് വരുന്നുണ്ട്. പിന്നെന്താ വരുന്നത്, ഒരു ലെമൻ്റെ ഏതാ ഐറ്റം, പീച്ചിൻ്റെ ഒരു ഐറ്റം വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു ബ്രെഡ് വരുന്നുണ്ട്. നല്ലൊരു സ്വീറ്റ് ബ്രെഡ് വരുന്നുണ്ട്. ഒരു ജാമ്, പിന്നെ അതേപോലെ തന്നെ ഒരു ബട്ടറിൻ്റെ ചെറിയൊരു ബോക്സ് ഉണ്ട്. ഇത്ര ഐറ്റമാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഇന്ന് നേരത്തെ നിസാം പറഞ്ഞ പോലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും പിന്നെ വടയും സാമ്പാറാണ്. അതോടൊപ്പം ഡെയിലി നമുക്ക് പിന്നെ ഫ്രൂട്ടിൻ്റെ കട്ട് പീസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ ചെറിയൊരു സാലഡ് ഉണ്ടാവും. പിന്നെ ബ്രെഡും പിന്നെ അതിനുള്ള ജാമും കാര്യങ്ങളും. അതുപോലെ തന്നെ മറ്റു ദിവസങ്ങളിൽ നമുക്ക് ഇതിന് ഇഡ്ഡലിക്കും പിന്നെ വടക്കും പകരം വെള്ളപ്പോ അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ പിന്നെ ഉപ്പുമാവ് അങ്ങനെ മാറി മാറിയിട്ടാണ്. നമ്മളെ ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഉണ്ടായിരുന്നു. നമ്മളെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിന്നെ വടയാണ്. ഏകദേശം 7 മണിയായിട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പറയാം. അപ്പോൾ ഇനി നമ്മളെ റൂം പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മളെ റൂമിന് എൻട്രി ആയി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു TV യൂണിറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ അടുത്തേക്ക് ചെയർ കൂടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ നമുക്ക് ഡെയിലി വരുന്ന സാധനങ്ങൾ, ഫുഡിൻ്റെ കൂടെ വരുന്ന സാധനങ്ങൾ കേട്ടോ, ജാമും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതല്ല ജ്യൂസൊക്കെ ഡെയിലി അതിൻ്റെ കൂടെ വരുന്ന നമ്മൾ യൂസ് ചെയ്യാൻ നിൽക്കുക കേട്ടോ. പിന്നെ ഡെയിലി നമുക്ക് ഇതേപോലെ തന്നെ 4 ബോട്ടിൽ വെള്ളം വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കെറ്റിലാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഫ്രിഡ്ജ് വരുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഫ്രിഡ്ജ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ ബെഡ് വരുന്നത്.
രണ്ടാൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി 2 ബെഡാണ് വരുന്നത്, പാർട്ട്ണറായിട്ട് വരുന്നവർക്ക്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സൊക്കെ ഒരു കബോർഡ് വരുന്നുണ്ട് കേട്ടോ, അതൊന്നും വല്ലാണ്ട് യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമുക്കൊരു ഫോൺ വരുന്നുണ്ട്, നമുക്ക് റിസപ്ഷനിലോട്ടൊക്കെ വിളിക്കണമെങ്കിൽ ഒരു ഫോണും കൂടി നമുക്ക് ഇതിലുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റൂമിൽ തന്നെ ഒരു മുസല്ല വരുന്നുണ്ട് കേട്ടോ, നമസ്കരിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇതാണ് ഇതിൻ്റെ ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ, നമുക്ക് വെളിച്ചം നമുക്ക് കിട്ടും ഓപ്പൺ ആയിട്ട്, ഒരു ഗ്ലാസ് ആട്ടെ, ഫുൾ ഗ്ലാസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിൽ ഞങ്ങൾ കൂടുതൽ സമയവും ഇവിടെ തന്നെയാണ് ചെലവഴിക്കൽ. ഇവിടെ രണ്ടാളിരുന്ന് സർവർ ചെയ്യലാണ് മെയിൻ പരിപാടി. നല്ല രസമാണ് നോക്കിയിരിക്കാനൊക്കെ. ഉച്ച ഫുഡ് എത്തിയുള്ള 3 മിനിറ്റ് കാര്യം കഴിക്കാനുള്ള പരിപാടിയാണ്. ടൈമുണ്ട്. അപ്പം ഫുഡ് കാണിച്ചു തരാം. പഴമുണ്ട് കേട്ടോ. ഇത് മന്തിയാണോ എന്തോ ഒരു റൈസ് കേട്ടോ. അതിൽ കോഴിമുട്ട വരുന്നുണ്ട്, പിന്നെ ഒരു ചിക്കൻ കറി മോഡല്, പിന്നെ അതിൻ്റെ അഡീഷണൽ ഒരു വെജ് കറി ഉണ്ട് കേട്ടോ. പിന്നെ സലാഡ് ആണ് സലാഡ് വരുന്നത്, പിന്നെ തൈര് കേട്ടോ, പിന്നെ തൈര് വരുന്നുണ്ട്. റൈറ്റ് കേട്ടോ ഉച്ചക്കത്തെ ഫുഡ്. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലും റൈസ് ചെറിയ ചേഞ്ച് ഉണ്ടാവും. ഇതേപോലെ തന്നെ ഒന്നെങ്കിൽ മട്ടന് അല്ലെങ്കിൽ ചിക്കന്, അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ തന്നെയാണ് വരുന്നത്. പിന്നെ സലാഡിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഫ്രൂട്ട്സിലും അതേപോലെ തന്നെ എന്തെങ്കിലും ആപ്പിളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരും. അപ്പോൾ ഓക്കെ, കഴിച്ചും വരാം. അപ്പോൾ കുളിക്കുന്നതിൻ്റെ മുന്നേ തൊട്ട് മുന്നേ ആയിട്ട് ചെറിയൊരു വർക്കൗട്ടൊക്കെ ഉണ്ടാവും. അപ്പം ആദ്യം ഒരു 10 പുഷ് പഠിച്ചു നോക്കാം. എണ്ണിക്കൊള്ളേ. 1 2 3 9 10 11 12 35 36. അയ്യോ, അപ്പം പുഷപ്പ് കഴിഞ്ഞ് ഇനി ജസ്റ്റ് ഒരു വയറിനും കൂടി. അപ്പം ഇന്നത്തെ വർക്കൗട്ട് ഏകദേശം കഴിഞ്ഞിട്ടോ. ജസ്റ്റ് ഒരു സിറ്റപ്പ് ഒരു 10 കൂടി കേട്ടോ. അപ്പം നമ്മളെ രാത്രി ഫുഡ് വന്നു. അപ്പം കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇതാണ് നമ്മളെ രാത്രിത്തെ ഫുഡ്. പൊറോട്ട, അതുപോലെ മീൻ കറി അല്ലേ, പിന്നെ വേറെ എന്തോ ഒരു വെജ് കറി ഉണ്ടല്ലോ, ഇതെന്ത് കടലയല്ലേ, കടല, അതുപോലെ തന്നെ സലാഡ്, ഒരു കേക്കിൻ്റെ ഒരു പീസ് കേട്ടോ, പിന്നെ അതുപോലെ ഒരു ആപ്പിൾ ജ്യൂസും വരുന്നുണ്ട്. ഒരു ഐറ്റമാണ് നമ്മൾ രാത്രി ഫുഡ് കേട്ടോ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഫുഡും കൂടി കഴിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.